ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂരിലെ സ്പെഷ്യൽ കണ്ണൂരപ്പവുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയൊരു സ്നാക്സ് ആണ് ഇത്. കാണാൻ നമ്മുടെ ഉണ്ണിയപ്പം പോലെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റൊക്കെ തികച്ചും ഡിഫറെൻ്റ് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കാൻ. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപേ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു കപ്പ് പച്ചരി എടുക്കാം. ഈ പച്ചരിയെ നമുക്ക് ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ 3 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അരിയെ നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അരിയെ മുഴുവനായിട്ട് ഞാൻ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം അരച്ചെടുക്കുക. നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് നല്ല തിക്കായിട്ടുള്ള മാവാണ് വേണ്ടത്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിനെ അരച്ചെടുക്കാൻ. ഇപ്പോൾ ഈ അരി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറും പിന്നെ 2 ഏലക്കായും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മാവ് നല്ല തിക്കായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി വേറൊരു ബൗളിൽ 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാനും വേണ്ടിയിട്ട് 10 മിനിറ്റ് ഇതിനെ മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈസ്റ്റ് നല്ലപോലെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ ദോശമാവിനേക്കാളും അല്പം തിക്കായിട്ട് വേണം ഇരിക്കാൻ, വെള്ളം കൂടി പോവരുത്. ഇനി ഇതിനെ നമുക്കൊരു 2 മണിക്കൂർ പൊങ്ങാനും വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇനിയും കൂടുതൽ ടൈം വെക്കുകയാണെങ്കിൽ കണ്ണൂരപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കണ്ണൂരപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കേണ്ടത്. ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലെ ഓരോ കുഴിയിലേക്കും ഓരോ സ്പൂൺ വീതം മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. കണ്ണൂരപ്പത്തിൻ്റെ ഒരു സൈഡ് വൈറ്റ് കളറും ഒരു സൈഡ് ബ്രൗൺ കളറും ആയിരിക്കും. അതാണ് അതിൻ്റെ പാകം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും ഓരോന്നിനായിട്ട് കോരി മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവിനെയും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ കണ്ണൂരപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇത് കാണാനും തന്നെ വളരെ സ്റ്റൈലിഷാണ്. ഇത് ആക്ച്വലി ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഷേപ്പിലൊക്കെയാണ് ഇരിക്കുക, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് തികച്ചും ഡിഫറെൻ്റ് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയൊരു സ്നാക്സ് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.